ബിഗ് ബോസിൻ്റെ ഡിബേറ്റ് ടാസ്ക് ലൈവിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അതിൽ വിജയിച്ചത് സരികയും നെവിനും അക്ബറും ഒനീലുമാണ്. ആദ്യം സംസാരിക്കുന്നത് സരികയും നൂറയുമാണ്. ഹോട്ട് സീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണ് സരിക വാദിച്ചത്. സരിക കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചു. 2 മിനിറ്റാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന സമയം, സംസാരിക്കാൻ കൊടുത്തിരിക്കുന്ന സമയം. അത് 2 മിനിറ്റ് നിർത്താതെ തന്നെ സരിക സംസാരിച്ചു. രണ്ടാമത് അതിനെതിരെ സംസാരിച്ചത് നൂറയാണ്. നൂറ സരികേനേക്കാളും കമ്പാരിറ്റീവ്ലി കൂടുതൽ പോയിന്റുകൾ പറഞ്ഞു. പക്ഷേ നൂറയ്ക്ക് 2 മിനിറ്റ് തികച്ച് സംസാരിക്കാൻ പറ്റിയില്ല. ആദ്യം ഒരു 40 സെക്കൻഡ് സംസാരിച്ചപ്പോഴത്തേനും നൂറ പയ്യെ മുഖത്ത് കൈവച്ചിട്ട് അയ്യോ എനിക്കിത്ര സംസാരിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് നൂറ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 10-20 സെക്കൻഡ് കൂടെ ആലോചിച്ചിട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നൂറ ആക്ച്വലി അവിടെ പറഞ്ഞത് എല്ലാം പോയിന്റുകളാണ്. ഈ ഒരു ഹോട്ട് സീറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരുടെ സമ്മതം ചോദിച്ചിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തുന്നത് എന്ന്, അവരോട് സമ്മതം ചോദിച്ചിട്ടാണ് ഈ ഒരു ഹോട്ട് സീറ്റിലേക്ക് ഗസ്റ്റിനെ ക്ഷണിക്കുന്നത് എന്നുള്ള അടക്കമുള്ള കുറേ അധികം പോയിന്റുകൾ നൂറ സംസാരിച്ചു. പക്ഷേ നൂറയ്ക്ക് 2 മിനിറ്റ് തികച്ച് സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാരണം ജഡ്ജസ് കണ്ടെത്തി. അവസാനം ജഡ്ജസ് വിധി എഴുതിയത് സരികയാണ് ഈ ഒരു ഡിബേറ്റിൽ ജയിച്ചത് എന്നാണ്. രണ്ടാമത് സംസാരിച്ചത് നെവിനും ശൈത്യയുമാണ്. അതിൽ ശൈത്യ വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചു. ആദ്യമായിട്ടാണ് ശൈത്യ ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്നത് കാണുന്നത്. പക്ഷേ നെവിൻ അതുക്കും മേലെ സംസാരിച്ചു എന്ന് വേണം പറയാൻ. അവസാനം നെവിൻ വാദിച്ച ചില പോയിന്റുകളിൽ കയറി ശൈത്യ ട്രിഗർ ആവുകയും അങ്ങനെ നെവിൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ശൈത്യ കയറി സംസാരിക്കുകയും ചെയ്തു. അതൊരു കാരണമായി എടുത്തുകൊണ്ട് ജഡ്ജസ് ഇവർ തമ്മിലുള്ള ഒരു ഡിബേറ്റിൽ നെവിൻ വിജയിച്ചതായിട്ടാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ നെവിന് 150 പോയിന്റ് ലഭിച്ചു. പിന്നെ മൂന്നാമത് മത്സരിച്ചത് അക്ബറും അഭിലാഷുമാണ്. ബിഗ് ബോസിൽ ഗ്രൂപ്പ് ഗെയിം കളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അക്ബർ വാദിച്ചത്. ഇൻഡിവിജ്വൽ ഗെയിമാണ് നല്ലതെന്നാണ് അഭിലാഷ് വാദിച്ചത്. അതിൽ ആദ്യം സംസാരിച്ചത് അഭിലാഷാണ്. വളരെ സ്ട്രോങ് ആയിട്ട് 2 മിനിറ്റ് നിർത്താതെ തന്നെ അഭിലാഷ് സംസാരിച്ചു. ഇൻഡിവിജ്വൽ ഗെയിമാണ് ഏറ്റവും നല്ലത്. ബിഗ് ബോസിലെ ഇൻ്റർവ്യൂവിൽ ക്ഷണിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ ഗ്രൂപ്പുകളെല്ലാം പൊളിച്ചെടുക്കും, ഞാൻ ഇവിടെ ഗ്രൂപ്പ് ഗെയിം കളിക്കാനല്ല ഇൻഡിവിജ്വലായിട്ട് കളിച്ച് ഇൻഡിവിജ്വലായിട്ട് തന്നെ ബിഗ് ബോസിൻ്റെ കപ്പ് ഉയർത്താനാണ് വന്നത് എന്ന് പറഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അഭിലാഷ് സംസാരിച്ചു. ഇതിനെതിരെ സംസാരിച്ചത് അക്ബറാണ്. അക്ബർ കമ്പാരിറ്റീവ്ലി അഭിലാഷിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടൊന്നും അല്ല സംസാരിച്ചത്. വളരെ ലൈറ്റായിട്ട് ഒന്ന് മുക്കും മൂളിയൊക്കെയാണ് സംസാരിച്ചതെങ്കിൽ പോലും അഭിലാഷ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പോയിന്റുകൾ അക്ബർ പറഞ്ഞു. അവിടെ ജഡ്ജസിൽ പോയിന്റുകൾ സംസാരിക്കുന്നത് എണ്ണാൻ വേണ്ടി മാത്രം ഒരാളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ സംസാരിക്കുന്നത് കേട്ടു 10 പോയിന്റ് അടക്കം എന്തോ അക്ബർ പറഞ്ഞു എന്നുള്ളത്. അഭിലാഷ് 6 പോയിൻ്റാണ് പറഞ്ഞത്. വളരെ കൃത്യമായി എക്സാമ്പിൾ അടക്കം കൃത്യമായ പോയിന്റുകൾ അക്ബർ സംസാരിച്ചതുകൊണ്ട് തന്നെ അക്ബർ ആ ഒരു ഡിബേറ്റ് ടാസ്കിൽ വിജയിച്ചതായിട്ട് വിധികർത്താക്കൾ വിധി എഴുതി. ഏറ്റവും അവസാനം സംസാരിച്ചത് ഒനീലും ശാരികയുമാണ്. എന്തുകൊണ്ടും ഡെഡ് സോണിൽ നിന്ന് ഞാൻ മാത്രമാണ് വീട്ടിലേക്ക് തിരിച്ചു കയറാൻ അർഹനായിട്ടുള്ളൂ എന്നതിനെ പറ്റിയാണ് ഇവർ വാദിക്കേണ്ടത്. അതിൽ ആദ്യം സംസാരിച്ചത് ശാരികയാണ്. ശാരിക നന്നായിട്ട് തന്നെ സംസാരിച്ചു. കുറച്ച് പോയിന്റുകളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞു. രണ്ടാമത് സംസാരിച്ച ഒനീലാണ്. ഒനീൽ നല്ല ഫ്ലോയിലാണ് സംസാരിച്ചത്. 2 മിനിറ്റ് നിർത്താതെ അത്യാവശ്യം പോയിന്റുകളൊക്കെ പറഞ്ഞു. ശാരികയും ഒനീലും തമ്മിലുള്ള സംസാരിച്ച കണ്ടന്റ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഒനീൽ സംസാരിച്ചത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടായിരുന്നു, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. 2 മിനിറ്റ് നിർത്താതെ സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒനീലാണ് ഈ ഒരു ഡിബേറ്റിൽ ജയിച്ചതെന്ന് വിധികർത്താക്കൾ വിധി എഴുതി. അങ്ങനെ ഇന്നത്തെ ടാസ്കിൽ 150 പോയിന്റ് നേടി വിജയിച്ചത് സരികയും നെവിനും അക്ബറും ഒനീലുമാണ്. ഇതിൻ്റെ ഒരു 2ാം ഘട്ട ടാസ്ക് ഉണ്ട്. അത് ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോഴാണ് ലൈവിൽ നടക്കുന്നതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിധികർത്താക്കളുടെ വിധിയിൽ നിങ്ങൾ തൃപ്തരാണോ? അതോ ഇനി നേരെ ഓപ്പോസിറ്റ് നിന്ന് സംസാരിച്ച ആളാണ് വിജയിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.